ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാ തീവ്രവാദ കക്ഷികളെയും കൂട്ടി സാമ്പാർ മുന്നണിയുണ്ടാക്കിയ ചരിത്രം CPM-നാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. താന്നൂരിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അറം പറ്റിയ പോലെയാണ്. കാരണം 2 ദിവസം മുമ്പ് താന്നൂർ MLA പറഞ്ഞിരുന്നു, ലീഗിനെതിരായി ഞങ്ങൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. SDPIയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവിടെ താന്നൂർ MLA അങ്ങനെ സമ്മതിച്ചത്. അപ്പോൾ താന്നൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും. പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് CPM. അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് LDF. പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു. പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു. അവിടെ അണിനിരക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. കിട്ടാവുന്നവരെല്ലാം ഉണ്ട്. മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ, മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് ഇത്തരം ഒരു മുന്നണിക്ക്. ആ മുന്നണി പേര് എത്ര ഭാവനാസമ്പന്നമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ മറുപടിയാണ് സാമ്പാർ മുന്നണി. ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെയും ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി. എന്നാൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താന്നൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച്, പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. വാക്ക് അറം പറ്റിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ല, ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട്. അത് LDF-ൻ്റെ പരാജയമാണ്. അദ്ദേഹം അത് മുന്നിൽ കണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ് ഇനിയൊന്ന് മാറണം എന്നുള്ളതാണ്. ആ വികാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായി. മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 1000 വോട്ടിന് ജയിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ 8000 വോട്ടിനാണ് ജയിച്ചത്. അവരെ 2 വാർഡ് തിരിച്ചു പിടിച്ചു. അവരെ 2 വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പലതും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും സംഭവിക്കും. അപ്പോൾ അതിനൊക്കെ പല സാധ്യതകളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധിയായി, ഇനി ഈ പരീക്ഷണം ഒന്ന് അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പല സംഭവവികാസങ്ങളും ഉണ്ടാവും. എൻ്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.